പ്രവീൺജി ചേച്ചി നമ്മളിതാ എവിടെ പോണം? ഗിരിരയില് സാദിക്കിന്റെ കല്യാണത്തിന് പോകുകയാണ്. അയ്യോ പിടിച്ച ഗിയർ മാറിക്കോട്ടെ. അപ്പൊ നമ്മളിതാ സാദിക്കിന്റെ കല്യാണത്തിന് പോവുകയാണ്. പ്രവീൺജി ചേച്ചി രാവിലെ വീടെത്തി. ഇതൊരു വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിരുന്നു. കല്യാണത്തിന് തുടങ്ങിയാൽ 11:30 12 മണിക്ക്. മണി 11 മണിക്കാണ് കല്യാണം. മണി 11:30 കല്യാണം. 11:30 12 മണി ഇപ്പൊ 12:10 ആയതേ ഉള്ളൂ. നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ 1 മണിക്കൂറിൽ അവിടെ എത്തും. പതുക്കെ 1 മണിക്കൂറിലെത്തി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. നമ്മളപ്പോ സാദിക്കിന്റെ കല്യാണം കഴിഞ്ഞ് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു? ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളിപ്പോ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് പൊന്മുടി പോവാന്ന് ഒരു പ്ലാൻ വന്ന്. 20 കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ. അങ്ങനെ എല്ലാവരും ഓക്കെ ആയി. നമ്മളിതാ പൊന്മുടിയിലോട്ട് പോവുകയാണ്. പ്രവീൺജിക്ക് ഉറങ്ങണം, മയങ്ങണം. നമ്മളിതാ പൊന്മുടിയിലോട്ട് കയറുകയാണ്. വാഴ്വാന്തോൾ വെള്ളച്ചാട്ടത്തിന്റെ ബോർഡ്, പൊന്മുടി എക്കോ ടൂറിസം, വാഴ്വാന്തോൾ വെള്ളച്ചാട്ടം, പൊന്മുടി എക്കോ ടൂറിസം. അപ്പൊ ഇവിടെ എന്തോ പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് നമുക്ക് പതുക്കെ കയറി പോവാം. അങ്ങനെ നമ്മൾ പൊന്മുടി കാടുകളിലേക്ക് പാസ് എടുത്തിട്ട് കയറിയിരിക്കുന്നു. പൊന്മുടി പോയത് 1 ഫ്ലോപ്പ് എന്ന് വേണം പറയാനായിട്ട്. ഫുൾ വെയിൽ. കാരണം മഞ്ഞ് കൂടി നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്നിങ്ങനെ വെയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാവും. പിന്നെ സൂരജിൻ്റെ അവിടെ ഓഫീസിൽ നിന്ന് എല്ലാവരുമായിട്ടാണ് പോയത്. വൈകുന്നേരം അവരുടെ വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വൈകുന്നേരം പോയി. കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പോയത്. സൂരജിനെ കാണാതിരുന്നപ്പം എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. കാരണം ഞാൻ ചുറ്റിനും നോക്കി സൂരജ് എവിടെയെന്ന്. പിന്നെ നമ്മൾ ലാസ്റ്റ് ലേറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങി.